നമസ്കാരം. KS മെൻറ്റർ മെയിൻസ് ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ഓരോ വീതം ക്വസ്റ്റ്യൻസ് ആണ് ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അകാലി മൂവ്മെൻറ്റ്. ഇതൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മൗലാന അബ്ദുൽ കലാം ആസാദ് ടു പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇതൊരു 10 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി ആൻസർ ഡിസ്കഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ എമർജൻസിന് കാരണങ്ങളായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ചോദ്യം. ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 20 വേർഡ്സിനുള്ളിൽ ഈ ഒരു ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന പോയിന്റുകൾ: 1, ദ ഇമ്പാക്ട് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ; 2, ദ ഡെവലപ്മെൻറ്റ് ഇൻ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്; റീഡിസ്കവറി ഓഫ് ഇന്ത്യാസ് ഗ്ലോറിയസ് പാസ്റ്റ്; സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ്; ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലിറ്ററേച്ചർ പ്രസ്; അട്രോസിറ്റീസ് ഓഫ് ലോർഡ് ലിറ്റൺ; ദ മെമ്മറി ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് ഓരോ പോയിന്റ്സും എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യം ഇല്ല. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതിയാവും. നമുക്കറിയാം, നാഷണൽ മൂവ്മെൻറ്റ് ലീഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഇൻ്റലിജൻഷ്യയാണ്. അതുപോലെ തന്നെ ടെലിഗ്രാഫ്, റെയിൽവേ പോലുള്ള മീൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്; റീഡിസ്കവറി ഓഫ് ഇന്ത്യാസ് ഗ്ലോറിയസ് പാസ്റ്റ്, ഇന്ത്യ പണ്ട് എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ പ്രോസ്പെറിറ്റി പണ്ട് എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു അറിവ്; അതുപോലെ തന്നെ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ്; ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലിറ്ററേച്ചർ ആൻഡ് പ്രസ്; അട്രോസിറ്റീസ് ഓഫ് ലോർഡ് ലിറ്റൺ ത്രൂ വെർണാക്കുലർ പ്രസ് ആക്ട്, ആംസ് ആക്ട് പോലുള്ള ആക്ടുകൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മറ്റ് അട്രോസിറ്റീസ് ഓഫ് ലോർഡ് ലിറ്റൺ, അവയും ഇന്ത്യൻ നാഷണലിസത്തിന് കാരണമായി. അതുപോലെ തന്നെ ദ മെമ്മറി ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 റിവോൾട്ടിൻ്റെ കോഴ്സസ് എന്തൊക്കെയാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് റിവോൾട്ട് നടന്നത്, എന്തായിരുന്നു അതിൻ്റെ കോൺസിക്വൻസ് എന്നതിനെക്കുറിച്ചൊരു അറിവ്. ഇത്തരം തിരിച്ചറിവുകൾ ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ എമർജൻസിന് വഴിയൊരുക്കി. സോ ഇത്രയും പോയിന്റുകൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അകാലി മൂവ്മെൻറ്റ്. ഇതൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 60 ഇതിൻ്റെ വേർഡ് ലിമിറ്റ്. അകാലി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പഞ്ചാബിൽ 1920കളിൽ നടന്ന ഒരു മൂവ്മെൻറ്റാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗുരുദ്വാര റിഫോം മൂവ്മെൻറ്റ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഗുരുദ്വാരാസ്, അല്ലെങ്കിൽ സിഖ് ദേവാലയങ്ങളായ ഗുരുദ്വാരാസ്, അതിൻ്റെ മാനേജ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് ഈ അകാലി മൂവ്മെൻറ്റിൻ്റെ ചീഫ് ഒബ്ജക്റ്റീവ്. കാരണം അതിനു മുമ്പ് ഈ പറയുന്ന ദേവാലയങ്ങളെല്ലാം തന്നെ was under the control of priest or mahant who treated them as their private property. സോ അവരിൽ നിന്നും ഗുരുദ്വാരാസിൻ്റെ മാനേജ്മെൻറ്റ് മാറ്റുക, അല്ലെങ്കിൽ അവയെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അകാലി മൂവ്മെൻറ്റിൻ്റെ ചീഫ് ഒബ്ജക്റ്റീവ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൂവ്മെൻറ്റ് നടക്കുന്നത്. അങ്ങനെ 1925 ഒരു സിഖ് ഗുരുദ്വാര ആക്ട് പാസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഗേവ് ദ റൈറ്റ് ഓഫ് മാനേജിങ് ഗുരുദ്വാരാസ് ടു ദ ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി എന്നൊരു കമ്മിറ്റിക്ക് ഈ ഗുരുദ്വാരാസിൻ്റെ മാനേജ്മെൻറ്റ് കൈമാറുകയാണ്. സോ ഇതാണ് അകാലി മൂവ്മെൻറ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീച്ചേഴ്സ് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. വിത്തിൻ 60 വേർഡ്സിനുള്ളിൽ ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിസ്കസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് മൗലാന അബ്ദുൽ കലാം ആസാദ് ടു പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇതൊരു 10 മാർക്കിൻ്റെ ചോദ്യമാണ്. 150 ഇസ് ദി വേർഡ് ലിമിറ്റ്. 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതുമ്പോൾ ഒരു പ്രോപ്പർ ഫോർമാറ്റിൽ വേണം എഴുതാനായിട്ട്. ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അതുപോലെ തന്നെ ബോഡി പാർട്ടും അവസാനം ഒരു കൺക്ലൂഷൻ പാർട്ടും ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷനിൽ ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ദെൻ ബോഡി പാർട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് കൂടുതലും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇൻ ദ പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, ഇൻഡിപെൻഡൻസ് മുമ്പുള്ള കാര്യങ്ങളും പറയണം, അതുപോലെ തന്നെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഉള്ള കോൺട്രിബ്യൂഷൻസും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് കൺക്ലൂഷൻ. ബോഡി പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം തന്നെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് കൺക്ലൂഷൻ എഴുതാവുന്നതാണ്. സോ ഇതിൻ്റെ ഒരു സാമ്പിൾ ഫോർമാറ്റ് കാണിക്കാം. സോ ഇൻട്രൊഡക്ഷനിൽ ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരുന്നു എന്നത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ദാറ്റ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മൗലാന അബ്ദുൽ കലാം ആസാദ് played an all-rounded role towards not only in India's freedom struggle but also championing the Hindu-Muslim unity, secularism in India and education of mass. ഇനിയാണ് മെയിൻ കണ്ടന്റിലേക്ക് നമ്മൾ കടക്കുന്നത്. ബോഡി പാർട്ടാണ്. അതിൽ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കോൺട്രിബ്യൂഷൻസും ഉൾപ്പെടുത്താം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹി വർക്ക് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ത്രൂ അൽ ഹിലാൽ ന്യൂസ് പേപ്പർ. അതുപോലെ തന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു പ്രോമിനൻറ്റ് ലീഡർ കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ
നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഓർഗനൈസ് ചെയ്യുന്നതിൽ ഇദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ടായിരുന്നു വിത്ത് ദ ഗൈഡൻസ് ഓഫ് ഗാന്ധി ആൻഡ് ഹിസ് പ്രിൻസിപ്പിൾസ്. 1931 സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു സത്യാഗ്രഹയാണ് ധരാസന സത്യാഗ്രഹ. അതിലൊരു മെയിൻ ഓർഗനൈസർ കൂടിയായിരുന്നു ഇദ്ദേഹം ആൻഡ് എമേർജ്ഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാഷണൽ ലീഡേഴ്സ് ഓഫ് ദി ടൈം. അതുപോലെ മുഹമ്മദ് അലി ജിന്നയുടെ 2 നേഷൻ തിയറിയെ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആൻഡ് ഓൾസോ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദി കൊളോണിയൽ ഗവൺമെൻറ്. കാരണം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു INCയുടെ പ്രസിഡന്റ്. സോ ആ ഒരു മൂവ്മെൻറ്റിൽ അദ്ദേഹത്തിന് സിഗ്നിഫിക്കൻറ്റ് റോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഹി നെഗോഷിയേറ്റഡ് വിത്ത് ദ ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ ഫോർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. ഫർദർ ഹി വാസ് സ്ട്രിക്ട്ലി എഗെയിൻസ്റ്റ് ഇന്ത്യാസ് പാർട്ടീഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബിഫോർ ഇൻഡിപെൻഡൻസ് കോൺട്രിബ്യൂഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം. ദെൻ കംസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഹി വാസ് എ മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആൻഡ് ഹെൽപ്ഡ് ഇൻ ഷേപ്പിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഹി വാസ് ദ ഫസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. IIT, UGC, AICT, സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, സംഗീതനാട അക്കാദമി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്ക് ഇദ്ദേഹം വഹിച്ചിരുന്നു. ഹി ഹെൽപ് പോർട്ട്ഫോളിയോസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ദ ഫൗണ്ടേഷൻ ഓഫ് CSIR ആൻഡ് സയന്റിഫിക് റിസർച്ച് ലബോറട്ടറീസ് ഇൻ ഇന്ത്യ. ഇത്രയും പോയിന്റുകൾ നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം. ദെൻ കംസ് ദി ലാസ്റ്റ് പാർട്ട്, ഇറ്റ്സ് കൺക്ലൂഷൻ പാർട്ട്. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം തന്നെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് 2-3 പോയിന്റിൽ കൺക്ലൂഷൻ നമുക്ക് ഒതുക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് മൗലാനാസ് കോൺട്രിബ്യൂഷൻ ഇൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വെയർ വെരി സിഗ്നിഫിക്കൻറ്റ് ആൻഡ് വൈറ്റൽ. ഹിസ് കോൺട്രിബ്യൂഷൻസ് വിൽ ബി റിമെമ്പേർഡ് ആൻഡ് അക്നോളജ്ഡ് ബൈ ജനറേഷൻസ് ടു കം. For his service to the nation, he was posthumously awarded the country's highest civilian award, that is the Bharat Ratna. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ആൻസർ എൻഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു 10 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ 150 വേർഡ്സിനുള്ളിൽ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ മെയിൻസ് ഡിസ്കഷൻ സീരീസ് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി. കോഴ്സ് കഴിഞ്ഞ് 6 മാസത്തെ പഠനം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഗവൺമെന്റ് ജോലികൾ ഏതെല്ലാം? എന്താണ് ഒരു ഗവൺമെന്റ് ജോലിയുടെ പ്രത്യേകത? ഇന്ത്യയിൽ ഒരു ഗ്രാജുവേറ്റിന് 1 വർഷം എത്ര തൊഴിലവസരങ്ങളുണ്ട്? ഈ ജോലികളുടെ എല്ലാം സാലറി, റെസ്പോൺസിബിലിറ്റീസ് എന്നിവയെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടോ? ഈ ജോലികൾ കിട്ടാൻ വേണ്ടിയുള്ള പരീക്ഷകൾക്ക് വേണ്ടി എന്ത് പഠിക്കണം, എങ്ങനെ തയ്യാറെടുക്കണം? സാധാരണ ഒരു ഉദ്യോഗാർത്ഥികൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ഈ പരീക്ഷകളിൽ വിജയിക്കുന്നവർ എന്താണ് വ്യത്യസ്തമായി ചെയ്യുന്നത്? ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഈ പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി കേരളത്തിലെ നമ്പർ 1 കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ KIS സെന്റർ നിങ്ങൾക്ക് മുമ്പിലെത്തും. ഈ സൗജന്യ സെമിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുമായി ബന്ധപ്പെടുക.